കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം ഈ സമയത്ത് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കേൾക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രഭാത ധ്യാനം നമുക്ക് ആരംഭിക്കാം. ദൈവജനങ്ങൾക്കിടയിൽ ഒരു വലിയ ആത്മീയ അധപതനവും വ്യതിചലനവുമുള്ള സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് പലതും സംഭവിക്കുന്നുണ്ട്. സ്വാഭാവിക ലോകത്തിലും സഭാമണ്ഡലത്തിലും സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മനസ്സിനും മനുഷ്യരെക്കുറിച്ചുള്ള തൻ്റെ ചിന്തയ്ക്കും അനുസൃതമായതല്ല. മറിച്ച് എല്ലാം ദൈവം ഉദ്ദേശിച്ചതിൽ നിന്നും അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ സമയത്തുള്ള സഭയുടെ ഏറ്റവും വലിയ ആവശ്യം ദൈവം പറയുന്നത് കേൾക്കുക എന്നതാണ്. ആത്മീയ ക്ഷാമത്തിൽ ആയിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. ഈ സമയത്ത് ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിൻ്റെ പ്രവചന ശബ്ദം കേൾക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ പ്രവചന വചനം നമ്മെ ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും ദൈവഹിത പ്രകാരം നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ ആ സന്ദേശം തൻ്റെ ജനങ്ങളിൽ എത്തിച്ചേരുന്നതിനായി നമുക്ക് ഭാരമുള്ളവരാകാം. ആ ശബ്ദം കേൾക്കുവാനും അനുസരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ വചനം തൻ്റെ സ്വന്തം ജനത്തിലേക്ക് കൊണ്ടുപോകുന്ന പാത്രങ്ങൾ തനിക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അഥവാ പ്രവാചക ശബ്ദത്തിൻ്റെ ഉദ്ദേശം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ തിരിച്ചറിയണമെന്നതും ഈ സമയത്ത് ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് വെളിപ്പെടുത്തണമെന്നതുമാണ്. തൻ്റെ വചനം ദൈവം നമുക്ക് അയക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മിലുള്ള തെറ്റുകളെ വെളിപ്പെടുത്തി തൻ്റെ ശരിയായ വഴികളിലേക്ക് നമ്മെ മടക്കി കൊണ്ട് വരുന്നതിനാണെന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ അത് നമ്മെ കർത്താവിലേക്ക് ആകർഷിക്കും. അതിനാണ് ദൈവം തൻ്റെ വചനം അയക്കുന്നത്. അത് നമ്മെ ദൈവത്തിലേക്ക് കൊണ്ടുവരികയും അവൻ്റെ ഇഷ്ടത്തിലും ഉദ്ദേശത്തിലും നമ്മെ മുൻപോട്ട് നയിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും അവൻ്റെ ഉദ്ദേശത്തിലും ഇച്ഛയിലും പുരോഗമിക്കുവാനും കഴിയും. ദൈവത്തിൻ്റെ പ്രവചന വചനം ദൈവജനങ്ങളുടെ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും വെളിവാക്കി അവരുടെ വ്യതിചലനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാണ്. ഒരു യഥാർത്ഥ പ്രവാചകന്റെ സന്ദേശം പൊതുവായ ഒരു സന്ദേശമല്ല. തൻ്റെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അത് നമുക്ക് നൽകുന്നു. ദൈവവചനം എപ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനം ഉൾക്കൊള്ളുന്നതാണെന്ന് നാം ഓർക്കണം. അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളുടെ അടിവേരുകളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ്. നമുക്ക് കാണുവാൻ കഴിയാത്തത് കാണുന്നതും നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് മനസ്സിലാക്കി തരുന്നതുമായ ദൈവമാണ് നമുക്കുള്ളത്. അതിനാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൽ നിന്നും ചില നല്ല കാര്യങ്ങൾ കേൾക്കുവാനല്ല, മറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനത്തെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. എപ്പോഴും നമ്മുടെ തെറ്റുകളെയും വ്യതിചലനങ്ങളെയും ദൈവം കാണിച്ചു തരുന്നുണ്ട്. എങ്കിലും താൻ നമ്മെ നിഷേധിക്കുന്നില്ല. നമ്മെ കുറ്റം ചോത്തി തള്ളിക്കളയാതെ സ്നേഹത്തോടെയാണ് നമ്മോട് ഇടപെടുന്നത്. അത് തൻ്റെ സ്നേഹത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും പ്രകടനമാണ്. തന്നോടുള്ള അടുപ്പത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിനാണ് അതെന്ന് നാം ഗ്രഹിക്കണം. ആകയാൽ ദൈവശബ്ദത്തിന് മുൻപിൽ യഥാർത്ഥത്തിൽ തുറന്നവരും സജീവരുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കണമെന്നതാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ പ്രവചന വചനം നമ്മെ പരിശോധിക്കേണ്ട ആവശ്യകതയെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ന്യൂനതകളെയും രോഗങ്ങളെയും പരിശോധിക്കുന്ന ഒരു വചനമാണത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ അഭാവത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നാം എത്തിയേക്കാം. ഈ സമയത്ത് ദൈവസഭയുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മെ പരിശോധിക്കുന്ന വചനമാണ്. ദൈവവുമായുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലും സഭയിൽ ഉണ്ടാകുന്ന തെറ്റുകൾ ആഴമായി പരിശോധിച്ച് വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് സഭയുടെ ഇന്നത്തെ ആവശ്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ആവശ്യം കർത്താവിൽ നിന്നുള്ള ഒരു യഥാർത്ഥ പ്രവചന വചനമാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ സഭയുടെ ഉണർവിനായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പലരും ഉപവസിച്ച് ദൈവജനങ്ങളുടെ ഒരു ഉണർവിനായി പ്രാർത്ഥിക്കുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ദൈവത്തിലുള്ളവർ ഒത്തുചേർന്ന് സഭകളോട് ഉണർവിനായി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് സാധുക്കളും അജ്ഞരുമായ ദൈവജനം ഉപവസിച്ച് കരഞ്ഞ്, കർത്താവേ ഞങ്ങളെ ഉണർത്തണമേ,
ഉണർവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പല സ്ഥലങ്ങളിലും രാവും പകലും കരയുന്ന അനേകരുണ്ട്. ഈ രീതിയിൽ പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ജനങ്ങൾ അനേകർ 24 മണിക്കൂറും ഇതിനായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ ഇന്ന് നാം കേൾക്കുന്നത് പോലെയുള്ള ഒരു വചനം മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ നമുക്ക് ഇതിനെ തെറ്റിദ്ധരിക്കാതെ നമ്മുടെ മനസ്സ് നന്നായി തുറന്നു കൊടുക്കാം. എൻ്റെ സമീപകാല വിദേശ സന്ദർശനത്തിൽ ആയിരുന്ന സമയത്ത് ദൈവം പല കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഞാൻ മടങ്ങി വന്ന ശേഷം ആ കാര്യങ്ങളിൽ ചിലത് ഞാൻ ദൈവഭവനത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അതിലൊരു കാര്യം ഇതായിരുന്നു: ദൈവത്തിൻ്റെ സഭയുടെ അവസ്ഥ നിർണ്ണയിക്കുന്നത് അംഗസംഖ്യയോ പ്രവർത്തനങ്ങളുടെ ബാഹുല്യമോ കാര്യപരിപാടികളുടെ ബഹുലതയോ അല്ല എന്നതായിരുന്നു. ഇന്ന് ദൈവജനങ്ങളുടെ മധ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്ക വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വിളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷി ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. അവർ ഉറക്ക വിളിച്ചു. അതുപോലെ രക്തമൊഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെയും അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. കർത്താവെ, ഞങ്ങളെ ഉണർത്തണമേ, പുനർജീവിപ്പിക്കണമേ, ഉണർവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലും കരയുന്നതിലും ഉപരിയായി തങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുന്ന ദൈവവചനത്തിന് തുറന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും ഇന്ന് അനേകർ അവരുടെ ഒരു യഥാർത്ഥ ഉണർവിലേക്ക് കൊണ്ടുവരുന്ന തങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുന്ന വചനത്തിന് തുറന്നു കൊടുക്കുവാൻ വിസമ്മതം ഉള്ളവരാണ്. അതാണ് ഒരു വലിയ ദുരന്തം. മാനസാന്തരം ആവശ്യമായ ഒരു വചനം കേൾക്കുന്നതിന് ഇന്ന് ദൈവജനങ്ങൾക്ക് ആഗ്രഹമില്ല. അവർ ആ വചനത്തിന് കീഴടങ്ങുവാനും കീഴ്പ്പെടുത്തുവാനും തയ്യാറല്ല. ദൈവം അയക്കുന്ന ആ പ്രവചന വചനം തങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുന്നതിനും ന്യൂനതകളെ ചൂണ്ടിക്കാട്ടുന്നതിനും അവർ ഒരുക്കം ഉള്ളവർ അല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വിശുദ്ധന്മാരിൽ പലരും ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശത്തിൽ തങ്ങൾ എവിടെയാണെന്ന് കാണിക്കുന്ന ഒരു വചനത്തിന് തുറന്നവരല്ല. അവർ തങ്ങളെ ന്യായീകരിച്ച് എൻ്റെ ജീവിതത്തിൽ എന്താണ് കുഴപ്പം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തിനായി അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ മാനസാന്തരപ്പെടുവാൻ എന്താണുള്ളത് എന്ന് ഒക്കെ വാദിക്കുന്നു. മാനസാന്തരപ്പെടേണ്ടത് ക്രിസ്തുവിനെ അറിയാത്തവരല്ലേ എന്നാണ് അനേകരും കരുതാറുള്ളത്. പ്രവാചകന്മാരുടെ കാലത്തും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്തും ദൈവജനങ്ങൾ തങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുന്ന ഒരു സന്ദേശത്തിനായി തുറന്നവരായിരുന്നില്ല. യോഹന്നാൻ സ്നാപകന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ മനസ്സ് നമ്മോട് അറിയിക്കുന്ന ദൈവമനുഷ്യരെ കേൾക്കുവാൻ പലരും താല്പര്യമുള്ളവരല്ല. അവരുടെ തെറ്റ് തിരുത്തി മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുന്ന സ്നേഹത്തിൻ്റെ ആ വചനം അവർക്കിഷ്ടമല്ല. അവർ ആഹാബിനെ പോലെയാണ്. അവർക്കിഷ്ടമുള്ള സന്ദേശങ്ങൾ കേൾക്കും, എന്നാൽ മുന്നറിയിപ്പ് നൽകുന്ന വചനം അവർക്കിഷ്ടമല്ല. ആഹാബിനെ പോലെ തങ്ങൾക്കിഷ്ടമുള്ളത് പറയുന്നവരെ മാത്രമേ അവർ സമീപിക്കുകയും കേൾക്കുകയുമുള്ളൂ. തങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുന്ന പ്രവചനങ്ങൾ അവർക്കിഷ്ടമല്ല. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.